ക്രിസ്മസിൻ്റെ ഈസ്റ്ററിൻ്റെ ഒക്കെ സമയത്ത് നമ്മൾ സ്ഥിരം കാണുന്ന ഒരു ഐറ്റമാണ് പിടിയും കോഴിക്കറി. ഇന്ന് ഞങ്ങളും ഉണ്ടാക്കി കേട്ടോ പിടിയും കോഴിക്കറിയെ. അതിനായിട്ട് 1 കപ്പ് പുട്ടുപൊടിയിലോട്ട് 1/2 കപ്പ് തേങ്ങ ചിരയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തങ്ങ് മാറ്റി വെച്ചു കേട്ടോ. ഇനി ഒരു 3 അല്ലി വെളുത്തുള്ളിയും 4 ചുവന്നുള്ളിയും 1/4 ടീസ്പൂൺ ജീരകവും കൂടി ചതച്ചെടുത്തങ്ങ് മാറ്റി വയ്ക്കണേ. ഇനി ഒരു 2 കപ്പ് വെള്ളത്തിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും നമ്മൾ ഈ ചതച്ച് വെച്ചിരിക്കുന്ന സാധനങ്ങളും കൂടി ചേർത്തിട്ട് നന്നായിട്ട് അങ്ങ് തിളപ്പിച്ചെടുക്കണേ. വെള്ളം ഇതേപോലെ നന്നായിട്ട് അങ്ങ് വെട്ടിത്തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മൾ അരിപ്പൊടിയും തേങ്ങയും കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടില്ലേ, അതിനകത്തോട്ട് കുറേശ്ശായിട്ട് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണേ. പിന്നെ ചെറിയ ചൂടോടുകൂടി തന്നെ നമ്മൾ കൈവച്ച് നല്ലപോലെ കുഴച്ചെടുത്തിട്ട് നല്ലൊരു സോഫ്റ്റ് മാവാക്കി എടുത്തിട്ട് ഇതേപോലെ കുഞ്ഞു ഉരുളകളാക്കി എടുത്ത് മാറ്റി വയ്ക്കാം. അങ്ങനെ നമ്മൾ എടുത്ത ആ മാവ് മുഴുവനും കുഞ്ഞു ഉരുളകളാക്കി എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഒട്ടും തന്നെ ക്രാക്കൊന്നും ഇല്ലാതാണ് ഉരുട്ടിയെടുക്കുന്നത്. ഇനി വേറൊരു പാത്രത്തിലോട്ട് 2 കപ്പ് വെള്ളം നമ്മൾ മാവ് കുഴച്ച് ബാക്കി വന്ന ആ വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ട് വെട്ടി തിളച്ച ശേഷം നമ്മൾ ഈ ഉരുട്ടി വെച്ചിരിക്കുന്ന ഉരുളകൾ ഓരോന്നോരോന്നായിട്ട് അങ്ങ് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോഴത്തേക്കും ആ തിള അങ്ങ് നിൽക്കുവേ. ഇനി 1/4 കപ്പ് തേങ്ങയും 1 ടേബിൾ സ്പൂൺ തരി ഇല്ലാത്ത അരിപ്പൊടിയും 1/4 കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ട് കൈവച്ച് നല്ലതുപോലെ തിരുമ്മിയെടുത്തങ്ങ് മാറ്റി വയ്ക്കണം കേട്ടോ. നമ്മൾ വേവിക്കാൻ വെച്ച ആ ഉരുളകളിൽ ചെറിയൊരു തിള വന്ന് തുടങ്ങുമ്പോൾ നമുക്ക് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാവേ. ഒത്തിരി ശക്തിയിൽ ഇളക്കി കൊടുക്കല്ലേ, അതുപോലെ തിളയ്ക്കുന്നതിന് മുന്നേ ഇളക്കി കൊടുക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ പിടി പൊട്ടി പോവേ. ഒരു 10 മിനിറ്റ് തിളപ്പിച്ച ശേഷം നമ്മൾ ആ അരിപ്പൊടിയും തേങ്ങയും കൂടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതും കൂടി ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി നമുക്കിത് കുറുക്കിയെടുക്കാം കേട്ടോ. ഞാനിവിടെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം എടുത്തേക്കുന്നതുകൊണ്ട് ഒട്ടിപ്പിടിക്കത്തില്ല കേട്ടോ. സ്റ്റീൽ പാത്രമൊക്കെ എടുക്കുന്നതെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇളക്കാൻ മറക്കരുതേ. ഒരുവിധം ഒന്ന് കുറുകി വരുമ്പോൾ നമുക്കതങ്ങ് ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. കുറച്ച് കഴിയുമ്പോഴത്തേക്കും പാകത്തിന് കുറുകി വരും കേട്ടോ. ഇനി നല്ല ചൂട് ചിക്കൻ കറിയുടെ കൂടെ കൂട്ടി കഴിക്കാണ്ട് അടിപൊളിയാണേ. ഇത് ഞാൻ കുക്കറിൽ വേഗം ഉണ്ടാക്കിയ ചിക്കൻ കറിയാണ്. ഇതിൻ്റെ റെസിപ്പി ഞാൻ നാളെ ഷെയർ ചെയ്യാവേ. അപ്പോൾ അത്രേ ഉള്ളൂ. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം.